ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഒരു 10 പേരൊക്കെ ആയിട്ടാണ് പോണേ, 3 കാറിലൊക്കെ ആയിട്ട്. സ്ഥലം പൂപ്പാറ, മൂന്നാറിൻ്റെ അടുത്താണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ പോണ വഴിക്ക് കാണാം. ഇതത്ര ഡിസ്ക്രിപ്റ്റീവ് വ്ളോഗൊന്നും ആയിരിക്കില്ല. പരമാവധി അവിടുത്തെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കാം. പോർട്രേറ്റ് വേണോ? കുറെ നാളിന് ശേഷം നാട്ടിലെത്തിയവന്റെ ഒരു ആക്രാന്തം നിങ്ങൾ കാണും. എല്ലാ അനിമൽ ചടമൽക്കും ഇതാറുണ്ട്. പയ്യൊന്നും മതി. സോ ഞങ്ങൾ പൂപ്പാറ എത്തി. പൂപ്പാറ ഗൂഡംപാറ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എസ്റ്റേറ്റിലാണ് ഞാൻ നിൽക്കാൻ പോണേ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് വന്നു. ഇനി ജീപ്പിലായിരിക്കും മേലേക്ക് പോകുക, കാരണം സാധാ കാറൊന്നും അതിൻ്റെ മേലേക്ക് കയറില്ല. സോ ഞങ്ങളുടെ കാർ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഒരു ജീപ്പ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് പോവാണ് സാധനങ്ങളൊക്കെ ആയിട്ട്. അല്ല ഇത് റോഡ് ഇങ്ങനെ ഇങ്ങനെ പോട്ടെ. ഞാൻ ഹാപ്പിയാ, ഞാൻ ഹിപ്പിയാണ്. സമയം എടുക്കും ഇതിലും കൂടെ. പിടിച്ചിരുന്നാട്ടോ. ഗൂഡംപാറ എസ്റ്റേറ്റ് എഴുതിയേക്കുന്നത്. എന്ത് ഗുജാംപാറ അല്ല നീയാ പറ്റിക്കേടാ. ഗുജാംപാറ ഇതൊക്കെ ഓഫ് റോഡിന്റെ ട്രാക്കാണ് ഈ സൈഡിലൊക്കെ. ഇവിടെയൊക്കെ ആൾക്കാർ ബെൽറ്റ് ചെയ്യുന്നതാണ്. മഴയില്ലാത്തത് തിരികൂടെ ത്രില്ലിംഗ് ആയേ. മഴയുണ്ടെങ്കിൽ തെന്നില്ലേ? നമ്മള് ലോയിലിടും. വേറെ സ്വിച്ച് ഉണ്ട്, അപ്പൊ ലോ സ്വിച്ച് ഇടും. പിന്നെ ടയർ നോക്കി ഓടിക്കോ, നേരെ നോക്കി ഓടിക്കും. ടയറല്ല, ഇതിനകത്ത് വരുന്ന കല്ലാണ് ഫാക്ടർ. കല്ല് ആക്ച്വലി ഇതിനകത്ത് ഏറ്റവും ഹെൽപ്ഫുൾ കല്ലാണ്. കല്ലിന്റെ മേളിക്കോട്ട് ഓടിക്കണ്ടേ? അല്ലെ ഈ കല്ല് വന്ന് ഈ ക്രാങ്ക് കേസിൽ അടിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഓയിൽ എങ്ങനെയുണ്ടായ യാത്ര? ഒരെണ്ണം പൊട്ടി ഞങ്ങളുടെ ജാന്റെ തല. കുറച്ച് ലീക്കായിരുന്നു ഗ്യാസ്. ഇതാണ് നീ വലിയ കാര്യത്തില്. ഇവിടെ പിന്നെ മൊബൈൽ റേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനം ഉണ്ട്. ഞാനൊരു സ്വർഗം ചോദിച്ചു, ഇവൻ യൂണിവേഴ്സ്. ഞങ്ങൾ ആക്ച്വലി ഒരു കിടിലൻ സ്പോട്ടിലെത്തി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ കൂടെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ. ഇവിടെ കണ്ടിട്ടൊരു ഏറുമാടവും ഒരു കിടിലൻ ലേക്കൊക്കെ ഉണ്ട്. അടിപൊളിയാണ്.
അത് ഭയങ്കര ഒരു ഉത്തരവില്ല. ഞങ്ങൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ മലയുടെ മേലേക്ക് ആനയൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ്. ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ചേട്ടാ ഇനി റോഡ് ഇതുപോലെ തന്നെയാണോ അതിന് മോശമാണോ? ഇതേ അവസ്ഥ അല്ലേ? അപ്പൊ നല്ല മോശമായിരിക്കും. റോഡിന്റെ അവസ്ഥ വെച്ചാ ഇതേപോലെ തന്നെയാണ്. ഞങ്ങളത് ജീവൻ പണയം വെച്ച് തമിഴ്നാട് ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണയം വെക്കണം. പണയം വെച്ചില്ലെങ്കിൽ ഒരു ത്രില്ലില്ല. മോളെ എത്തിയേട്ടാ? ഇതല്ലേ? ആ ഇതല്ലേ? ഓക്കെ സെറ്റ് സെറ്റ്. ആ കേരളത്തിൽ നിന്ന് പറന്നു വന്നു തമിഴ്നാട്ടിൽ. അതായത് ഞങ്ങള് ഇപ്പൊ ആക്ച്വലി തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്ത് അതിന്റെ ഒരു അടിപൊളി വ്യൂ നിൽക്കുന്നത് തമിഴ്നാട്. എന്താ പറയാ, അടിപൊളി സ്ഥലം. നല്ല കാറ്റ്, നല്ല വൈബ്, ഒരു രക്ഷയില്ല. പയ്യെ മലയുടെ മേലെ നിന്ന് എല്ലാവരും നടന്നിറങ്ങി. നവീൻ ഞങ്ങൾക്ക് കുറച്ച് ഓഫ് റോഡ് ട്രാക്സ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. ഇതിൽ കൂടെ നോർമലായിട്ട് നടക്കാൻ പോലും പറ്റണല്ലോ. എങ്ങനെയാണ് ഒരു 4 വീലർ ജീപ്പൊക്കെ പോണത്?
പിന്നെ ഇവിടെ ഏറ്റവും സൂപ്പർ ആയത് ഈ ബാർബിക്ക. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇവിടുത്തെ ചേട്ടന്മാരെ നല്ല കിടിലം ബാർബിക്ക ഉണ്ടാക്കി തരും. പിന്നെ ഇന്ന് നൈറ്റ് ഞങ്ങളൊരു ചെറിയ കോക്ടെയിൽ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചില്ലിങ് ആണ്. ഞങ്ങള് സ്ട്രീം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജീപ്പിലാണ് ഇവിടെ വരെ വന്നത്. പക്ഷെ ഇനി നമുക്ക് കുറച്ച് നടക്കാനുണ്ട് സ്ട്രീം എത്താൻ, 5 മിനിറ്റോളം. പക്ഷെ ഇവിടെ എവിടെ നോക്കിയാലും അട്ടക്കൂട്ടന്മാരാണ്. ആനയുടെ ചിഹ്നം വിളിയോ. കാലുമേക്കുന്ന ഞാൻ നോക്കണേ ഇല്ല, എന്തൊക്കെയോ കിടന്ന് എഴുണ്ട്. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. കാര്യം കുറെ ആട്ട നമ്മുടെ ബ്ലഡ് കുടിച്ചെങ്കിലും സ്ഥലം അടിപൊളിയാട്ടോ. അവിടെ വേറെ മൂടാ. ഏത് കാട്ടി പോയാലും അത് കേൾക്കേണ്ടി വരില്ല. ഈ വലിയ തലമേലേക്ക് അതന്നെ അട്ട ട്രക്ക്. ഞങ്ങൾക്ക് ഏതോ ഭാഗ്യത്തിൽ നിന്ന് ഫുൾ കോട കിട്ടി. മൊത്തത്തിൽ ആകെ ഒരു മൂടിഗ്രാം വൈബായി. സമയെടുക്കും. പാവത്തിനെ നോക്കി ചെടിയിലൊക്കെ നിന്ന് കൺട്രോൾ ചെയ്തോണ്ടിരിക്കും. എനിക്ക് ആവശ്യം വരുമ്പോ എടുക്കാലോ. നീ എന്തിനാ കറങ്ങണ? 360 അല്ലേ? അല്ല, കറങ്ങുമ്പോ ഒരു എഫക്റ്റ്. അതിന്റെ കൂടെ വേറൊരു 19% ഉള്ളൂ. ഞാൻ കറങ്ങട്ടെ. ഏറ്റവും മുകളിലാണോ? ഞാൻ ഈ വഴി കയറാം. നീ അവിടെ കയറിയില്ലേ? കേറിക്കോ, ആവശ്യം വരും. അല്ല അത് മതി. ഗെയിം വിളിക്കുന്ന പോലെ. പൃഥ്വിരാജ് കൊടുക്കുന്ന പോലെ കൊടുക്കണം നമ്മള്. ഓടിപ്പോയിട്ട് ആ മരത്തുമ്പോ ചെന്നിട്ട് ഇടിച്ചിട്ട് രസം വിളിച്ച. എടാ, അത് നീയെ പിടിക്കും. കമോൺ കമോൺ, നിനക്ക് പറ്റും. നിക്ക് നിക്ക് നിക്ക്, വീഡിയോ എടുക്കട്ടെ, വീഡിയോ എടുക്കട്ടെ, വീഡിയോ എടുക്കട്ടെ.